ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഡയറ്റീഷ്യൻ സിനി റോയ്. പ്രമേഹമുള്ളവർ ഉറപ്പായും ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ഭക്ഷണക്രമം. ചിട്ടയായ ഭക്ഷണ രീതിക്കൊപ്പം എന്ത് കഴിക്കാം, എന്തൊക്കെ ഭക്ഷണങ്ങൾ ഒഴിവാക്കണം എന്നുള്ളതെല്ലാം അറിഞ്ഞിരിക്കണം. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് നിയന്ത്രിക്കാൻ സമീകൃത ആഹാര രീതി പിന്തുടരേണ്ടത് വളരെ അത്യാവശ്യമാണ്. ബ്ലഡ് ഷുഗർ ഉയർത്തുന്ന ചില ഭക്ഷണങ്ങളുണ്ട്. ഇത്തരം ഭക്ഷണങ്ങൾ നിങ്ങളുടെ ഡെയിലി ഡയറ്റിൽ നിന്ന് ഒഴിവാക്കുകയാണ് വേണ്ടത്. കാരണം ഈ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ തന്നെ ബ്ലഡ് ഷുഗർ പെട്ടെന്ന് തന്നെ കൂടാനിടയാകും. അതുകൊണ്ട് പ്രമേഹമുള്ളവർ കഴിക്കാൻ പാടില്ലാത്ത ആഹാരപാനീയങ്ങളിലൊന്നാണ് മധുരപാനീയങ്ങൾ. മധുരപാനീയങ്ങൾ പ്രമേഹമുള്ളവർ നിർബന്ധമായും ഒഴിവാക്കണം. മധുരമുള്ള സോഡ, പഞ്ചസാര ചേർത്ത ചായ, എനർജി ഡ്രിങ്കുകൾ, ജ്യൂസുകൾ എന്നിവ ഒഴിവാക്കുക. ഇവ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് ഉയർത്തും. പഞ്ചസാര ചേർത്ത മറ്റു ഭക്ഷണ പദാർത്ഥങ്ങളും ഷുഗറുള്ളവർ കഴിക്കരുത്. അടുത്തത് വൈറ്റ് ബ്രെഡ്, പാസ്ത എന്നിവയാണ്. റീഫൈൻ ചെയ്ത മൈദ കൊണ്ടുണ്ടാക്കുന്ന വെളുത്ത നിറത്തിലുള്ള റൊട്ടിയും പാസ്തയും പ്രമേഹമുള്ളവർ ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇവയിൽ ആഡഡ് ഷുഗറും അന്നജവും വളരെ കൂടുതലായിരിക്കും. പക്ഷേ ഫൈബർ ഒട്ടും തന്നെയില്ല. അതുകൊണ്ട് ഇത്തരം ഭക്ഷണങ്ങൾ ദഹിക്കാനും വളരെ പ്രയാസമാണ്. ഇങ്ങനെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് ഉയർത്താനിടയാകുന്നു. അതുകൊണ്ട് വൈറ്റ് ബ്രെഡ്, വൈറ്റ് പാസ്ത, റീഫൈൻഡ് സീരിയൽസ് എന്നിവ പ്രമേഹമുള്ളവർ ഒഴിവാക്കുന്നതാണ് നല്ലത്. അടുത്തത് വറുത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ. ഫ്രഞ്ച് ഫ്രൈസ്, പൊരിച്ച ചിക്കൻ, ഡോണട്ട് എന്നിങ്ങനെയുള്ള ഭക്ഷണങ്ങളിൽ ആരോഗ്യകരമല്ലാത്ത ട്രാൻസ് ഫാറ്റുകളും പൂരിത കൊഴുപ്പുകളും അധികമായിട്ടുണ്ട്. ഇവ കൊളസ്ട്രോൾ ഉയർത്തുകയും പലപ്പോഴും അമിതവണ്ണത്തിലേക്ക് പ്രമേഹമുള്ളവരെ നയിക്കുകയും ചെയ്യുന്നു. കൂടാതെ ഇൻസുലിൻ പ്രതിരോധമുണ്ടാക്കുകയും ചെയ്യും. അതിനാൽ ഇത്തരം ഭക്ഷണങ്ങൾ പ്രമേഹമുള്ളവർക്ക് ദോഷകരമായി ബാധിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ഡെയിലി ഡയറ്റിൽ നിന്ന് ഇവ ഒഴിവാക്കുക. അടുത്തത് ബിസ്ക്കറ്റ്, ചിപ്സ് മുതലായ ഭക്ഷണങ്ങൾ. പൊട്ടറ്റോ ചിപ്സ്, വറുത്ത നട്ട്സ് എന്നിങ്ങനെ പാക്കറ്റുകളിൽ ലഭിക്കുന്ന ലഘുഭക്ഷണങ്ങളിൽ വളരെ കൂടിയ അളവിൽ ഉപ്പും സ്പൈസസും ചേർത്ത് പ്രോസസ് ചെയ്തിട്ടുണ്ട്. സോഡിയം കൂടുതലായി ശരീരത്തിലെത്തുന്നത് ഹൈപ്പർ ടെൻഷൻ വർദ്ധിക്കാൻ കാരണമാകും. കൂടാതെ എണ്ണയിൽ വറുത്തെടുത്ത ഭക്ഷണങ്ങളായതുകൊണ്ട് തന്നെ കലോറിയും ഇത്തരം ഭക്ഷണങ്ങളിൽ കൂടുതലാണ്. എന്നാൽ ഫൈബർ ഒട്ടുമില്ലതാനും. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഷുഗറുള്ളവർ ഒഴിവാക്കുക. അടുത്തത് പേസ്ട്രി, ബേക്കഡ് ഫുഡ്സ് എന്നിവയാണ്. പേസ്ട്രികൾ, കുക്കീസ് എന്നിവയും മറ്റ് ബേക്ക് ചെയ്ത ഭക്ഷണ പദാർത്ഥങ്ങളും റീഫൈൻ ചെയ്ത മൈദ, പഞ്ചസാര, ആരോഗ്യകരമല്ലാത്ത കൊഴുപ്പ് എന്നിവ ചേർത്ത് തയ്യാറാക്കുന്നവയാണ്. ഇതിലടങ്ങിയിരിക്കുന്ന ഉയർന്ന അളവിലുള്ള പഞ്ചസാര രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് ഉയർത്തുന്നതിന് കാരണമാകും. അതുകൊണ്ട് ഇത്തരം ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം പ്രമേഹമുള്ളവർ കഴിക്കുന്നത് ഒഴിവാക്കണം. അടുത്തത് കൊഴുപ്പേറിയ പാൽ. കൊഴുപ്പ് കൂടുതലുള്ള പാൽ, അതായത് ഫുൾ ഫാറ്റ് മിൽക്ക്, പ്രമേഹ സാധ്യത ഉയർത്തുകയാണ് ചെയ്യുന്നത്. ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂട്ടാൻ കാരണമാകും. കൊഴുപ്പ് അധികമുള്ള പാലിൽ ഉയർന്ന അളവിൽ കലോറിയും അടങ്ങിയിരിക്കുന്നു. ഇത് ഇൻസുലിൻ പ്രതിരോധത്തിന് കാരണമാകും. പൂരിത കൊഴുപ്പും അന്നജവും അടങ്ങിയിട്ടുള്ള പാലുൽപ്പന്നങ്ങളായ യോഗർട്ട്, ടോഫു, ചീസ് എന്നിവയും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ഉയർത്തും. കൂടാതെ ഇത്തരം ഭക്ഷണങ്ങളിൽ കൊഴുപ്പ് കൂടുതലുള്ളതിനാൽ തന്നെ പ്രമേഹമുള്ളവരിൽ കൊളസ്ട്രോൾ വരുന്നതിനുള്ള സാധ്യതയും കൂടുതലാകും. അതുകൊണ്ട് ഡെയിലി ഡയറ്റിൽ നിങ്ങൾ ഫുൾ ഫാറ്റ് മിൽക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഫുൾ ഫാറ്റ് മിൽക്കിന് പകരം കൊഴുപ്പ് കുറഞ്ഞ പാൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതും കുറഞ്ഞ അളവിൽ മാത്രം ഉപയോഗിക്കുക. അടുത്തത് ഡ്രൈ ഫ്രൂട്ട്സ്. ഉണങ്ങിയ പഴങ്ങൾ അഥവാ ഡ്രൈ ഫ്രൂട്ട്സ് പ്രമേഹമുള്ളവർക്ക് യോജിക്കുന്ന ഭക്ഷണമല്ല. ഇവയിൽ കൂടിയ അളവിൽ പഞ്ചസാരയും അന്നജവും അടങ്ങിയിരിക്കുന്നു. ഇവ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ഉയർത്തും. പ്രത്യേകിച്ച് നെയ്യിലൊക്കെ വറുത്തെടുത്ത ഡ്രൈ ഫ്രൂട്ട്സ് നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഉപ്പിട്ടതുമായ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഡ്രൈ ഫ്രൂട്ട്സ് തീർച്ചയായും ഒഴിവാക്കണം. ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ പ്രമേഹമുള്ളവരിൽ ഷുഗർ മാത്രമല്ല കൂട്ടുന്നത്, കൊളസ്ട്രോളും ബിപിയും ഒക്കെ വരാനുള്ള സാധ്യതയും കൂട്ടും. അതിനാൽ പ്രോസസ് ചെയ്തെടുത്ത ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കാതിരിക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, ഈ പറഞ്ഞ ഭക്ഷണങ്ങളെല്ലാം പ്രമേഹമുള്ളവർക്ക് അനുയോജ്യമായ ഭക്ഷണങ്ങളല്ല. ഇത് കഴിക്കുമ്പോൾ നിങ്ങളുടെ ബ്ലഡ് ഷുഗർ ഉയരാൻ കാരണമാകും. അതുകൊണ്ട് നിങ്ങളുടെ ഡെയിലി ഡയറ്റിൽ നിന്നും ഇത്തരം ഭക്ഷണങ്ങൾ നിങ്ങൾ സ്ഥിരമായി കഴിക്കുന്നുണ്ടെങ്കിൽ ഒഴിവാക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്